السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം നോമ്പ് മുറിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഹദീസുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ കാരക്കയുടെ പാഠത്തിൽ ആ ഹദീസ് ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഇദാ അഫ്തറ അഹദുക്കും ഫൽയുഫ്തിർ അലാ തമർ ഫഇന്നഹു ബറക ഫഇല്ലം യജിദ് തംറൻ ഫൽമാഇ ഫഇന്നഹു തഹൂർ എന്ന ഹദീസുണ്ട്. അതായത് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കാം എന്ന്. ഈ വെള്ളത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. വെള്ളമില്ലാതെ ഇവിടെ നമുക്കും എന്തിനും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ വെള്ളത്തെപ്പറ്റി, അതിനോടനുബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി 63 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന്. വെള്ളത്തെപ്പറ്റി ഹദീസുകൾ ധാരാളം ഉണ്ട്. സാധാ വെള്ളത്തെപ്പറ്റി, അതായത് മഴവെള്ളത്തെപ്പറ്റിയും പനിനീര് വെള്ളത്തെപ്പറ്റിയും കടലിൻ്റെ വെള്ളത്തെപ്പറ്റിയും സംസം വെള്ളത്തെപ്പറ്റിയും ഇങ്ങനെ തുടങ്ങി വെള്ളത്തെപ്പറ്റി ഹദീസുകൾ ധാരാളമുണ്ട്. ഹദീസുകൾ മുഴുവനും ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ സമയം നീളും. വെള്ളം എന്നുള്ളത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. കാരണം വെള്ളമില്ലാതെ നമുക്കിവിടെ നമ്മുടെ ജീവന് നിലനിൽപ്പ് ഇല്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് വെള്ളം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എവിടെ പോയാലും വെള്ളം വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന വിഷയം, വെള്ളം കൊണ്ട് നാം നോമ്പ് മുറിക്കുന്നു, അതായത് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നാം നോമ്പ് തുറക്കുന്നു. പലയിടത്ത് ഉള്ള ഭാഷകളുടെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചിലയിടത്ത് നോമ്പ് മുറിക്കലും തുറക്കലും വേറെ വേറെയാണ്. ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ ഭാഷാർത്ഥം. ചിലയിടത്ത് തുറക്കുന്നെന്ന് പറഞ്ഞാൽ മുറിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും മുറിക്കലോ തുറക്കലോ എങ്ങനെയാണെങ്കിലും ഈ നോമ്പ് മുറി വെള്ളം കൊണ്ട് ആകൽ വളരെ നല്ലതാണ്. അങ്ങനെ വെള്ളം കൊണ്ട് നാം നോമ്പ് മുറിക്കുകയാണെങ്കിൽ നമ്മുടെ അതുവരെ വന്ന ഡീഹൈഡ്രേഷൻ, നിർജലനീകരണം, നമ്മുടെ ശരീരത്തിൽ അതുവരെ വെള്ളമില്ലാതെ നിന്ന അവസ്ഥയെ ദൂരീകരിക്കാൻ വളരെ നല്ലതാണ് വെള്ളം കുടിക്കാൻ. ഇത് ശാസ്ത്രം പറയുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം കുടിക്കാതെ നമുക്ക് വരുന്ന അതിയായ ക്ഷീണങ്ങളെയും ഇല്ലാണ്ടാക്കാനും വെള്ളം കൊണ്ട് നോമ്പ് തുറക്കൽ നല്ലതാണ്. കാരക്കയാണ് ഉത്തമം, പിന്നെ വെള്ളത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അതിഭയങ്കരമായ വിശപ്പിനെയും അത് തടയും. ഇത് ശാസ്ത്രം അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ബെനിഫിറ്റ്സുകൾ പറയുന്നുണ്ട്. അക്കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ബെനിഫിറ്റ്സുകളെ പറ്റി ഇന്ന് ശാസ്ത്രം പറയുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ മെറ്റബോളിക് പവർ, അതായത് മെറ്റബോളിസത്തിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദഹനേന്ദ്രിയത്തെ അത് സഹായിക്കുന്നുമുണ്ട്. നേരെ ദഹിപ്പിക്കാൻ വേണ്ടി വെള്ളം സഹായിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ അന്ന് രാത്രി മുതൽ അടഞ്ഞുകൂടിയ എല്ലാ വിഷാംശങ്ങളെയും അത് പുറത്തു കൊണ്ടുവരുന്നു.
നമ്മുടെ എനർജി ശക്തിയെ അത് ശക്തി പകരുന്നു നമ്മുടെ ശരീരത്തിന് എന്ന് മാത്രമല്ല, ശാസ്ത്രം പറയുന്നത് ഈ നോമ്പ് മുറിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കോഗ്നിറ്റീവ് ഫങ്ഷൻ, നമ്മുടെ ബുദ്ധിയുടെ തലച്ചോറിൻ്റെ അടുത്തുള്ള ഈ ബുദ്ധിയെ സഹായിക്കുന്ന ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ, ആ ഫങ്ഷനും കൂടി നല്ലതാണ് എന്നാ പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ അതുവരെയായി നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ ഈ വെള്ളത്തിൻ്റെ അംശങ്ങൾ, ഫ്ലൂയിഡിൻ്റെ അംശങ്ങളൊക്കെ അത് തിരിച്ചു കൊണ്ടുവരുന്നു. മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ തലകറക്കുണ്ടാവും, അതിനെ തടയുന്നു. വെള്ളമില്ലാതിരുന്നാൽ ശരീരത്തിൽ തലകറക്കം, തലവേദന ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും, അതിനൊക്കെ അത് തടയും. ചിലപ്പോൾ റമദാൻ മാസത്തിൽ വെള്ളമില്ലാതെ നിൽക്കുന്നതാണല്ലോ നീണ്ട സമയം. ആ സമയത്ത് ചിലപ്പോൾ ചിലർക്ക് തലക്കറക്കവും തലവേദനവും വരാം, അതൊക്കെ അത് തടയുന്നുണ്ട്. പക്ഷേ നോമ്പ് മുറിക്കുമ്പോഴേ വെള്ളം ഉപയോഗിക്കാവൂ, അതിന് മുമ്പ് ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ കിഡ്നിയുടെ കല്ലുകളെ അലിയിപ്പിക്കാനും അത് ഉണ്ടാകുന്നതിനെ തടയാനും നല്ലതാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുന്നുകൂടിയ എല്ലാ വേസ്റ്റുകളെ അത് പുറത്ത് കൊണ്ടുവരും ഈ വെള്ളം കുടിക്കൽ. കൂടാതെ നമ്മുടെ വായക്ക് നല്ലതാണ്, വായന്ന് വമിക്കുന്ന ദുർഗന്ധങ്ങളെ അകറ്റാൻ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് നല്ല ഭംഗി, അഴക് നൽകാനും വളരെ നല്ലതാണ് ഈ വെള്ളം എന്നുള്ളത്. ഇപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ ഈ വെള്ളം കുടിയുടെ ആരോഗ്യഫലങ്ങൾ അനേകം ഉണ്ട്. പക്ഷേ അത് നാം ആരും മനസ്സിലാക്കുന്നില്ല. ആരും എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. വെള്ളം നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ നാം കൂടുതലും കുട്ടികളെ കാണുന്നത്, ഇപ്പോഴത്തെ ഈ കാലത്ത് കുട്ടികൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. സ്കൂളിൽ പോകുമ്പോഴേക്കും വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നേരെ കുടിക്കൂല, വീട്ടിലും കുടിക്കൂല, അങ്ങനെയുള്ള ശ്രദ്ധയില്ല. തീർച്ചയായും വെള്ളം കുട്ടികൾ നന്നായി കുടിക്കണം. അതേപോലെ തന്നെ മുതിർന്നവരും വെള്ളം കുടിക്കണം. അതിന് വലിയ ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് രോഗങ്ങളെ അകറ്റാൻ അത് സഹായിക്കും. ഇന്ന് ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഈ ഞരമ്പുകളിൽ പമ്പ് ചെയ്യുന്ന രക്തങ്ങളെ നേരെ ചലിപ്പിക്കാൻ, നേരെ അതിൻ്റെ സർക്കുലേഷൻ നടക്കാൻ വെള്ളം അത്യന്താപേക്ഷിതമാണ്. ഇന്ന് പറയുന്നു, വെള്ളം കൂടുതൽ കുടിക്കുന്നവർക്ക് ഈ പ്രമേഹത്തെ വരെ, മധുരത്തിൻ്റെ രോഗമുണ്ടല്ലോ പ്രമേഹം, അതിനെ വരെ അത് കുറക്കുന്നു, തടയുന്നു എന്നാണ് പറയുന്നത്. ഹാർട്ടിൻ്റെ രോഗങ്ങളെ വരെ അത് തടയുന്നു വെള്ളം കുടി. കാരണം നേരെ എല്ലായിടത്തും രക്തം അതുമൂലം ചലിക്കുന്നു. രക്തം തിക്കായിട്ടുണ്ടെങ്കിൽ തിന്നാവാനുള്ള സാധ്യതയും അതിനെ വന്ന് നേർപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട് വെള്ളം കുടി കൊണ്ട്. ഇന്ന് കുട്ടികളിൽ നാം കേൾക്കുന്നത് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇതിൻ്റെ കാരണം ഒന്ന് പറയുന്ന വെള്ളം കുടിയുടെ കുറവ് കൊണ്ടാണ് ഇത്രയും ഈ ചൂട് കൂടുതൽ അനുഭവിക്കുന്നത് എന്നാണ്. ഇപ്പൊ ചുരുക്കത്തിൽ വെള്ളം നന്നായി കുടിക്കണം. പ്രത്യേകിച്ച് ഈ റമദാൻ നോമ്പ് മുറിക്കുമ്പോൾ വെള്ളം കുടിക്കണം. മുറിച്ചതിൻ്റെ ശേഷം കാരക്ക കൊണ്ട് നോമ്പ് മുറിച്ചാലും ഈത്തപ്പഴം കൊണ്ട് മുറിച്ചാലും പിന്നീട് വെള്ളങ്ങളും ഫ്ലൂയിഡുകളും ദ്രാവകങ്ങളും കുടിക്കാൻ പറ്റുന്ന ദ്രാവകങ്ങൾ ഒക്കെ കുടിക്കണം. അതിൽ ഈ ഫ്ലൂയിഡുകളിൽ കോല അതുപോലെയുള്ള ഈ ഷുഗരി ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് കുടിക്കാണ്ടിരിക്കുക, അത് കഴിവതും കുറക്കുക. അതുപോലെ തന്നെ തണുത്ത വെള്ളം കഴിവതും ഒഴിവാക്കുക. ഈ വെള്ളത്തിൻ്റെ കൂടെ ഞാൻ പറയാൻ വിചാരിച്ചതാണ്, തണുത്ത വെള്ളം നോമ്പ് മുറിക്കുമ്പോൾ കുടിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം നമ്മുടെ ഈ രക്തം ചരിക്കുന്ന ഞരമ്പുകളൊക്കെ അവിടെ ഇടുങ്ങും, അത് ഗുഡ്സാകും, അത് നേരോ ആകും.
പിന്നെ നേരെ രക്തം ചലിക്കുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ഈ തണുത്ത വെള്ളം, അതായത് ഐസ് വാട്ടറോ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമോ അല്ലെങ്കിൽ ഐസ് അതിലിട്ട വെള്ളമോ എങ്ങനെ ആണെങ്കിലും ഈ നമ്മുടെ ദഹനം നേരെ നടക്കൂല, നേരെ ദഹിക്കൂല. അത് കുടിക്കുന്നവർക്ക് വയറ്റിൻ്റെ അകത്ത് സങ്കോചങ്ങൾ ഉണ്ടാകും, ക്രാംസുകൾ ഉണ്ടാകും, ഇങ്ങനെ വലിച്ചു പറിച്ചതുപോലെയുള്ള വേദനകൾ ഉണ്ടാകും. അതുപോലെ തന്നെ വയറ്റിൻ്റെ അകത്ത് ഒരുപാട് ഡിസോർഡറുകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അവിടെയും പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ, കുട്ടികൾ ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ റമദാൻ മാസത്തിൽ നോമ്പ് മുറിക്കുമ്പോൾ നാം കൂടുതലായിട്ട് തണുത്ത വെള്ളം, ഐസ് വാട്ടർ അല്ലെങ്കിൽ ഐസിട്ട വാട്ടർ, ഫ്രിഡ്ജിൽ വെച്ച വാട്ടർ വെള്ളം കുടിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിവതും ഒഴിവാക്കുക. സാധാ ടെമ്പറേച്ചർ, റൂമിൽ വെച്ചിട്ടുണ്ടാകുന്ന ടെമ്പറേച്ചർ സാധാ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചൂടാക്കി ചൂട് മാറിയ വെള്ളം കുടിക്കുക. ഇങ്ങനെ നാം ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആരോഗ്യത്തെ നന്നായി സംരക്ഷിക്കാൻ വേണ്ടി നോക്കണം. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും അല്ലാഹു തആല സമാധാനം നിലനിർത്തട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം തരട്ടെ. വിഷമവും ടെൻഷനും അല്ലാഹു തആല ഇല്ലാണ്ടാക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.